നമസ്കാരം. ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 1 മുതൽ 20-ാം തീയതി വരെയുള്ള കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കളക്ഷൻ വിവരങ്ങളാണ്. ഈ കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങളുടെ തിയേറ്റർ സ്റ്റാറ്റസാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിലെ എല്ലാ ഷെയറുകളും കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾക്ക് ഇത് പ്രോഫിറ്റ് ആണോ അല്ലയോ, ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഒരു ചെറിയ അഭ്യർത്ഥന കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ വീഡിയോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാണുന്ന ആളുകളോട് വളരെയധികം സന്തോഷം, ഹൃദയം തുറന്ന് അവരോട് നന്ദി പറയുന്നു. കൂടെ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ വീഡിയോ 95% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആളുകൾ കാണുന്നത് എന്നുള്ള സങ്കടം കൂടി ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഓഗസ്റ്റ് 20-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചില പ്രധാന സിനിമകൾ നേടിയ കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ തലൈവർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് അവതരിപ്പിച്ച കൂലി എന്ന ചിത്രത്തിന് 20-ാം തീയതി എന്ത് കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചതെന്ന് നോക്കാം. 20-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്നും കൂലി എന്ന ചിത്രം നേടിയത് വെറും 45 ലക്ഷം രൂപയാണ്. 45 ലക്ഷം രൂപ ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ തലൈവർ രജനീകാന്തിൻ്റെ പടം ഒരാഴ്ചയ്ക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 45 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷനായി നേടി എന്നുള്ളത് തിയേറ്റർ സ്റ്റാറ്റസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമായിട്ടാണ് കാണാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ചിത്രം സുമതി വളവാണ്. ഈ ചിത്രം 20-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 20 ലക്ഷം രൂപയാണ്. സൂ ഫ്രം സോ എന്ന കന്നഡ ഡബ്ബിംഗ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20-ാം തീയതി നേടിയത് 7.5 ലക്ഷം രൂപയാണ്. സാഹസം എന്ന മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20-ാം തീയതി നേടിയത് 8.5 ലക്ഷം രൂപയാണ്. വാർ എന്ന ബോളിവുഡ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20-ാം തീയതി നേടിയത് 6.5 ലക്ഷം രൂപയും. മേൽ പറഞ്ഞ സിനിമകൾ എത്ര ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ചിട്ട് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. കൂലി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം ആരംഭിച്ചിട്ട് 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. സുമതി വളവ് എന്ന മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 20 ദിനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സൂ ഫ്രം സോ എന്ന കന്നഡ ഡബ്ബിംഗ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 20 ദിവസം റണ്ണിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. സാഹസം മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. വാർ 2 എന്ന ബോളിവുഡ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 7 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനി ഈ സിനിമകളുടെ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂലി എന്ന ചിത്രം 22.96 ലക്ഷം രൂപ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നു. സുമതി വളവ് എന്ന ചിത്രം 18.85 ലക്ഷം രൂപയും. സൂ ഫ്രം സോ എന്ന കന്നഡ ഡബ്ബിംഗ് ചിത്രം 7.38 ലക്ഷം രൂപയും. സാഹസം എന്ന മലയാള ചിത്രം 2.37 ലക്ഷം രൂപയും. വാർ എന്ന ബോളിവുഡ് ചിത്രം 1.88 ലക്ഷം രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. ഇവിടെയുള്ള ഒരു പ്രധാന കാര്യം, ഗ്രോസ് കളക്ഷനിൽ നിന്ന് ഏതാണ്ട് 34% മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. ബാക്കി നികുതി ഇനത്തിലും തിയേറ്ററുകാരുടെ ഷെയർ ഇനത്തിലും പങ്കിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിതരണക്കാർ സിനിമയുടെ MG അതായത് മിനിമം ഗ്യാരണ്ടി തിരിച്ചു പിടിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ മേൽപ്പറഞ്ഞ ചിത്രങ്ങൾ വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കൂലി എന്ന തലൈവർ രജനീകാന്തിൻ്റെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഡിസ്ട്രിബ്യൂഷൻ എത്തിയത് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ലഭിച്ചത് 14 കോടി രൂപയ്ക്കാണ്. ഇപ്പോഴത്തെ കളക്ഷൻ ട്രെൻഡിൽ ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി വരുന്നത് ഏതാണ്ട് 7.80 ലക്ഷം രൂപ മാത്രം. ഏതാണ്ട് പകുതി പണം പോലും ഇനിയും ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കാനാണ്. ഇനി അവശേഷിക്കുന്നത് കേവലം 5-6 ദിനങ്ങൾ മാത്രമാണ്. കാരണം ഓണം പ്രമാണിച്ച് പുതിയ റിലീസുകൾ കേരളത്തിൽ എത്തുന്നതോടുകൂടി കൂലി എന്ന തലൈവർ രജനീകാന്തിൻ്റെ ചിത്രത്തെ വലിയ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. നിലവിലെ അവസ്ഥയിൽ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററാണ്. 1.75 ലക്ഷം രൂപയ്ക്കാണ് സൂ ഫ്രം സോ എന്ന കന്നഡ ഡബ്ബിംഗ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനത്തിന് എത്തിയത് എന്നാണ് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരം. നിലവിലെ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ ഷെയറായി ഏതാണ്ട് 2.5 കോടി രൂപ ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂ ഫ്രം സോ കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അടുത്തത് സുമതി വളവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്.
ഏതാണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് 7 കോടിയോളം വന്ന ഈ ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6,40,00,000 ഷെയറായി തിരിച്ചുപിടിച്ചിരിക്കുന്നു. ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ മുടക്കുമുതൽ തിയേറ്ററിൽ നിന്ന് ലഭിച്ചേക്കാം. അതിനുമപ്പുറം OTT ബിസിനസ് കൂടി ചെയ്യുമ്പോൾ ഈ ചിത്രം പ്രോഫിറ്റ് സ്റ്റാറ്റസിലേക്ക് മാറുകയാണ്. ഇപ്പോൾ തിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ഒരു അബവ് ആവറേജ് സ്റ്റാറ്റസ് നിലനിർത്തുന്നത് സന്തോഷകരമായ കാര്യമാണ്. അടുത്തത് സാഹസം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഏതാണ്ട് 2.25 കോടി രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന ഈ സിനിമ പ്രൊഡ്യൂസർ ഷെയറായി തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് ഏതാണ്ട് 80 ലക്ഷം രൂപ മാത്രമാണ്. സാഹസം എന്ന മലയാള ചിത്രം ഡിസാസ്റ്റർ സ്റ്റാറ്റസിലേക്ക് മാറിയിരിക്കുന്നു. അടുത്തത് വാർ 2 എന്ന ബോളിവുഡ് ചിത്രമാണ്. ഏതാണ്ട് 5.5 കോടിക്കാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ എടുത്തത് എന്നാണ് വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ഈ സിനിമ കളക്ട് ചെയ്ത തുകയുടെ ഷെയർ കണക്കാക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി വരുന്നത് കേവലം 60 ലക്ഷം രൂപ മാത്രമാണ്. കേരള ബോക്സ് ഓഫീസിൽ അട്ടർ ഡിസാസ്റ്ററായി മാറിയിരിക്കുന്നു വാർ 2 എന്ന ബോളിവുഡ് ചിത്രം. ഒറ്റനോട്ടത്തിൽ കൂലി, സാഹസം, വാർ 2 ഈ 4 ചിത്രങ്ങളും തിയേറ്ററിൽ ഡിസാസ്റ്റർ ആയിരിക്കുന്നു. സുമതി വളവ് എന്ന ചിത്രം മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു. OTT ബിസിനസ് കൂടി ചെയ്യുമ്പോൾ ഈ ചിത്രം പ്രോഫിറ്റായി മാറുന്നതാണ്. ഓഗസ്റ്റ് മാസം ഇതുവരെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയം എന്ന് പറയാവുന്നത് സൂ ഫ്രം സോ എന്ന കന്നഡ ഡബ്ബിംഗ് ചിത്രമാണ്. കേവലം കളക്ഷന് മാത്രം നോക്കിയിട്ട് ഒരു സിനിമയെ വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. പണം മുടക്കുന്ന ആളുടെ ലാഭം എന്താണ്, ഇത് നോക്കിയിട്ടാണ് ഒരു ചിത്രത്തെ നമ്മൾ വിജയമാണോ പരാജയമാണോ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.